ഹലോ, വെൽക്കം ബാക്ക് ടു താഷിൻസ് കോർണർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോൾസ്റ്റോയ് ഫാം എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി സെഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആക്ടിവിറ്റി സെഷൻ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് 3 പാർട്ടായിട്ടാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ 2 പാർട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരൊന്ന് പോയി കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പ്രീ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ്. ഡിറ്റർമിനേഴ്സിന് മുന്നേ വരുന്നതാണ് പ്രീ ഡിറ്റർമിനേഴ്സ് എന്നത്. സോ അതിനുശേഷം ഇനി നമുക്ക് നോക്കാനുള്ളത് നൗൺ ഫ്രേസിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഒരു സെൻറ്റൻസിൽ നൗൺ ഫ്രേസ് എങ്ങനെ വരുന്നു, അതിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഒരു നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിൽ സെൻറ്റൻസ് നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് നോക്കുന്നത്. ഓൾ ദി ഓൾഡ് വിമൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ്. ഈ ഒരു ഫ്രേസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു നൗൺ ഫ്രേസിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾ ദ ഓൾഡ് വിമൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ് എന്നത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്നത് പ്രീ ഡിറ്റർമിനറായിട്ട് വരും. കാരണം ഇതിൽ ദ എന്ന് പറയുന്നതാണ് ഡിറ്റർമിനർ. സോ പ്രീ ഡിറ്റർമിനറായിട്ട് വരുന്നത് ഓൾ എന്നതാണ്. സോ ഓഫ് കോഴ്സ് ഡിറ്റർമിനറായിട്ട് വരുന്നത് ദായാണ്. അഡ്ജക്റ്റീവായിട്ട്, അതായത് ഒരു സെൻറ്റൻസിൻ്റെ അഡ്ജക്റ്റീവ്, അതാണ് ഇവിടെ ഓൾഡ് എന്നുദ്ദേശിച്ചത്. നൗൺ ആയിട്ട് വരുന്നത് വിമിൻ ആണ്. പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ട് വരുന്നത് ഇൻ ദ ക്യാമ്പ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രിപ്പോസിഷണൽ ഫ്രേസിൽ എന്തൊക്കെ ഉണ്ടാകും? ഒരു പ്രിപ്പോസിഷൻ ഉണ്ടാകും, പിന്നെ ഒരു നൗൺ ഉണ്ടാകും. അതിൽ പ്രിപ്പോസിഷൻ ഇവിടെ വരുന്നത് ഇൻ ആണ്. ദ ക്യാമ്പ് ആണ് നൗൺ ഫ്രേസ്. പിന്നെ വരുന്നത് റിലേറ്റീവ് ക്ലോസ് ആണ്, ഹൂ സോ ദ ചൈൽഡ്. സോ ഇതാണ് ഒരു നൗൺ ഫ്രേസിൻ്റെ, ഈ ഒരു എക്സാമ്പിളിൻ്റെ നൗൺ ഫ്രേസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൗ കംപ്ലീറ്റ് ദ ടേബിൾ. എന്താണ് ടേബിൾ എയിൽ കൊടുത്തിട്ടുള്ളത്? വിമിൻ, ദ വിമിൻ, ഓൾ ദ വിമിൻ, ഓൾ ദ വിമിൻ ഇൻ ദ ക്യാമ്പ്, ഓൾ ദ വിമിൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ്. അതായത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എ കോളത്തിലുള്ള നൗൺ ഫ്രേസസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു നൗൺ ഫ്രേസിൽ വരുന്ന ഘടകങ്ങൾ, എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നത് നമ്മൾ ബി കോളത്തിൽ എടുത്ത് എഴുതുക. സോ വിമിൻ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് അല്ലേ. സോ വിമിന് നേരെ നമ്മൾ നൗൺ എന്ന് എഴുതുക. ദെൻ അടുത്തത് ദ വിമിൻ. ദ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആണ്. സോ ഇറ്റ് ഈസ് എ ഡിറ്റർമിനർ. ഡിറ്റർമിനർ പ്ലസ് നൗൺ, അതാണ് ദ വിമിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് ഓൾ ദ വിമിൻ. ഓൾ എന്ന് വരുമ്പോൾ ഡിറ്റർമിനറിന് മുന്നേ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമിനർ. സോ പ്രീ ഡിറ്റർമിനർ പ്ലസ് നൗൺ വരും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓൾ ദ വിമിൻ ഇൻ ദ ക്യാമ്പ്. എന്താ വരിക? യെസ്, പ്രീ ഡിറ്റർമിനർ ആണ് ഓൾ വരുന്നത്, പ്ലസ് ദ ഈസ് എ ഡിറ്റർമിനർ ആൻഡ് വിമിൻ ഈസ് എ നൗൺ. നമ്മൾ മുന്നേ കണ്ടു ഇൻ ദ ക്യാമ്പ് ഈസ് എ പ്രിപ്പോസിഷണൽ ഫ്രേസ്. യെസ്, സോ നൗൺ പ്ലസ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുന്നേയുള്ള ഡയഗ്രാം പോയി നോക്കുക, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ. ദെൻ അറ്റ് ലാസ്റ്റ് ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ് ഹു സോ ദ ചൈൽഡ്. അപ്പം എന്താ വന്നത്? ഒരു എക്സ്ട്രാ ഒരു ഫ്രേസും കൂടി വന്നു. എന്താ അത്? റിലേറ്റീവ് ക്ലോസ് അല്ലേ. സോ പ്രീ ഡിറ്റർമിനർ പ്ലസ് നൗൺ പ്ലസ് പ്രിപ്പോസിഷണൽ ഫ്രേസ് പ്ലസ് റിലേറ്റീവ് ക്ലോസ്. സോ ഇതാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഡിറ്റർമിനർ എവിടെയാണ്, പ്രീ ഡിറ്റർമിനർ എങ്ങനെയാണ്, റിലേറ്റീവ് ക്ലോസ് എങ്ങനെയാണ്, നൗൺ ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അനലൈസ് ദ സബ്ജക്റ്റ് part of the other sentences in the passage given above in the same way and identify the constituents. Yes, എന്താണ് മറ്റ് സെൻറ്റൻസുകൾ, ഈ ചാപ്റ്ററിൽ പാസേജിൽ കൊടുത്തിട്ടുള്ള മറ്റ് സെൻറ്റൻസുകളുടെ സബ്ജക്റ്റ് പാർട്ട് കണ്ടെത്തുക. എന്നിട്ട് അതുപോലെ അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻസ്, അതിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കുക.
വർക്ക് വിത്ത് യുവർ പാർട്ട്ണർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഐഡിയാസ് യു ഹാവ് ഡിസ്കസ്ഡ്. യെസ്, ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് എഴുതുക. അപ്പോൾ നമുക്കിവിടെ നോക്കാം, മൈ ഐഡിയാസ് ആൻഡ് മൈ പാർട്ട്നേഴ്സ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് 2 കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് നമ്മളുടേതായ വ്യൂ എഴുതി നോക്കാം. എങ്ങനെയാണ്? ദ ലിറ്റിൽ ചൈൽഡ് എന്ന് പറയുന്നൊരു സെൻറ്റൻസിന് എന്താണ്? ഡിറ്റർമിനർ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ അല്ലേ. യെസ്. അടുത്തത് മീഖാലി എന്ന് പറയുന്നത് ഒരു നൗണാണ്. ദെൻ ദ പുവർ ബോയ് എന്ന് പറയുന്നത് ഡിറ്റർമിനർ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ദെൻ എ കൈൻഡ് ചൈനീസ് വുമൺ എന്ന് പറയുന്നത് ഡിറ്റർമിനർ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആണ്. അപ്പോൾ ഇത് എവിടത്തെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏത് സെൻറ്റൻസ് ആണ് എന്നത് നമ്മൾ മുന്നേ 4 സെൻറ്റൻസസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സെൻറ്റൻസിലുള്ള ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ നൗൺ ഫ്രേസ് എടുത്തിട്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സബ്ജക്റ്റ് വേർബ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെയുള്ള ബാക്കിയുള്ള സെൻറ്റൻസസ് ആണിത്. സോ ദ ലിറ്റിൽ ചൈൽഡ് എന്ന് പറയുന്നത് ദ ഈസ് ദ ഡിറ്റർമിനർ, ലിറ്റിൽ ഈസ് ദ അഡ്ജക്റ്റീവ് ആൻഡ് നൗൺ ഈസ് ചൈൽഡ്. മീഖാലി എന്ന് പറയുന്നത് നൗണാണ്. പിന്നെ ദ പുവർ ബോയിൽ ദ ഈസ് ദ ഡിറ്റർമിനർ ആൻഡ് പുവർ ഈസ് ദ adjective and boy is the noun, and a kind Chinese woman എന്ന് പറയുന്നതിൽ a is the determiner, kind is the adjective and Chinese is also adjective and woman is noun. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ആക്ടിവിറ്റി സെഷനിൽ തന്നെ പേജ് നമ്പർ 68 സോ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഓക്കെ, ഇനി വാട്ട് ആർ യുവർ കൺക്ലൂഷൻസ്? എന്താണ് കൺക്ലൂഷൻസ്? കുറച്ച് പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എ സെൻറ്റൻസ് ഹാസ് 2 പാർട്സ്. എന്താണ് സെൻറ്റൻസിലെ 2 പാർട്സ്? സബ്ജക്റ്റ് ആൻഡ് predicate, and the subject part is usually a noun phrase. Yes, subject part എന്ന് പറയുന്നത് noun phrase ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ നൗൺ ഫ്രേസ് മേ കൺസിസ്റ്റ് ഓഫ്. നൗൺ ഫ്രേസിൽ എന്തൊക്കെ ഉണ്ടാവാനാണ് സാധ്യത? പ്രീ ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്, നൗൺ, പ്രിപ്പോസിഷണൽ ഫ്രേസ് ആൻഡ് റിലേറ്റീവ് ക്ലോസ്. ഇതൊക്കെ ഉണ്ടാവും. ഇനിയും കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പം അത് എഴുതിയിട്ട് എക്സിട്ര എന്ന് എഴുതുക. ഓക്കെ, ദെൻ ദി പ്രെഡിക്കേറ്റ് ഈസ് യൂഷ്വലി the predicate is usually a verb phrase. So അത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി നമ്മൾ പോകുന്നത് വേർബ് ഫ്രേസിലേക്കാണ്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 71. ലെറ്റ്സ് സീ വാട്ട് എ വേർബ് ഫ്രേസ് കൺസിസ്റ്റ് ഓഫ്. യെസ്, ഇനി നമുക്ക് വേർബ് ഫ്രേസിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ വേർബ് ഫ്രേസ് ഇൻ ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ പിക്ചറിൽ നോക്കിയിട്ട് വേർബ് ഫ്രേസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്, സെൻറ്റൻസസും നോക്കിയിട്ട്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് അവിടെ സെൻറ്റൻസസ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ദ ഡക്ലിംഗ് ലെഫ്റ്റ് ദ പൂൾ. യെസ്, ഡക്ലിംഗ് എന്ന് വെച്ചാൽ കുഞ്ഞു താറാവ് പൂളിൽ നിന്നും വെളിയിലേക്ക് വന്നു. ലെഫ്റ്റ് ദ പൂൾ. ദ ഡക്ലിംഗ് ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ്. യെസ്, രാവിലെയാണ് ഡക്ലിംഗ് പൂളിൽ നിന്നും പുറത്തോട്ട് വന്നത്. ദെൻ എ ഫോക്സ് വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് പ്രേ. യെസ്, ഒരു കുറുക്കൻ അതിൻ്റെ ഇരയെ കാത്തിരിക്കുകയായിരുന്നു. ദി ഫോക്സ് കിൽഡ് ദ ഡക്ലിംഗ്. യെസ്, ഫോക്സ് ആ താറാവിനെ കൊന്നു, കുഞ്ഞു താറാവിനെ കൊന്നു. ദി ഫോക്സ് ടുക്ക് റെസ്റ്റ് അറ്റ് ദ പോണ്ട്. യെസ്, ആ ഒരു പോണ്ടിൻ്റെ അവിടെ ഫോക്സ് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ദി ഡക്ലിംഗ് ഡൈഡ്. യെസ്, ആ ഒരു സമയത്ത് ആ ഒരു കുഞ്ഞു താറാവ് ചത്തുപോയി. ഇതാണ് 6 സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? വേർബ് ഫ്രേസ് ആണ്. സോ ഫസ്റ്റ് സെൻറ്റൻസിൽ ദി ഡക്ലിംഗ് ലെഫ്റ്റ് ദ പൂൾ എന്ന് പറയുമ്പോൾ ഇതിൽ നൗൺ ഏതാണ്? യെസ്, ഓഫ് കോഴ്സ് ദ നൗൺ ഈസ് ദി ഡക്ലിംഗ്. ഇവിടെ ദ എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആയിട്ട് വരും, ഡക്ലിംഗ് എന്നത് നൗൺ ആയിട്ട് വരും. ആ സബ്ജക്റ്റ് ഫ്രേസിനെ നമ്മൾ, അതായത് നൗൺ ഫ്രേസിനെ നമ്മൾ
സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ദി ഡക്ലിംഗ് എന്നത് നൗൺ ഫ്രേസ് ആണ് എന്നത് പറയാം. ദെൻ ഒബ്വിയസ്ലി ദ വേർബ് ഫ്രേസ് വിൽ ബി ലെഫ്റ്റ് ദ പൂൾ. ലെഫ്റ്റ് ദ പൂൾ എന്നതാണ് അവിടെ വേർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. Then to the second sentence, the duckling left the pool in the morning. Duckling രാവിലെയാണ് പൂള് വിട്ടുപോയത്. അപ്പോൾ അവിടെയും സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ദി ഡക്ലിംഗ് ആയിരിക്കും. ദെൻ ദ റെസ്റ്റ് പാർട്ട് വിൽ ബി ദ വേർബ് ഫ്രേസ്. ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് വേർബ് ഫ്രേസ് ആണ്. ഓക്കെ. Then to the third sentence, a fox was waiting for its prey. ഇവിടെ എ ഫോക്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റാണ് അഥവാ നൗൺ ഫ്രേസ് ആണ്. വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് പ്രേ എന്ന് പറയുന്നതാണ് ഇവിടെ വേർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റി എഴുതുകയോ എന്തെങ്കിലും ചെയ്യുക. ഓക്കെ. ദെൻ ഫോർത്ത് സെൻറ്റൻസ് എന്താണ്? ദി ഫോക്സ് കിൽഡ് ദ ഡക്ലിംഗ്. ഫോക്സ് ഡക്ലിങ്ങിനെ കൊന്നു. അപ്പോൾ അവിടെയും സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദി ഫോക്സ് ആണ്. കിൽഡ് ദ ഡക്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വേർബ് ഫ്രേസ്. ഓക്കെ. ദെൻ ദി ഫോക്സ് ടുക്ക് റെസ്റ്റ് അറ്റ് ദ പോണ്ട്. ഫോക്സ് പോണ്ടിൽ കുളത്തിൽ റെസ്റ്റ് എടുത്തു. അപ്പോൾ അവിടെയും സബ്ജക്റ്റ് ഫ്രേസ് എന്ന് പറയുന്നത് ദി ഫോക്സ് ആണ്. ദെൻ ദ വേർബ് ഫ്രേസ് ഈസ് ടുക്ക് റെസ്റ്റ് അറ്റ് ദ പോണ്ട്. ദെൻ ലാസ്റ്റ് സെൻറ്റൻസ് ദി ഡക്ലിംഗ് ഡൈഡ്. ദി ഡക്ലിംഗ് ഡൈഡിൽ ദി ഡക്ലിംഗ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. ഡൈഡ് എന്ന് പറയുന്നതാണ് ഇവിടെ വേർബ് ഫ്രേസ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നൗൺ ഫ്രേസ് എന്താണ്, വേർബ് ഫ്രേസ് എന്താണ് എന്നത് മുന്നേയുള്ള സെൻറ്റൻസസിൽ നമുക്ക് ക്ലിയർ ആണ്. സോ നമുക്കിത് ഈസിയാണ് അല്ലേ? ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് അനലൈസ് ദ വേർബ് ഫ്രേസ് ഓഫ് വൺ ഓഫ് ദ സെൻറ്റൻസസ്. മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സെൻറ്റൻസിൻ്റെ വേർബ് ഫ്രേസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ വൺ ഓഫ് ദി സെൻറ്റൻസസ് എന്ന് പറയുന്നുണ്ട് അല്ലേ? നമ്മളെപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണിത്. വൺ ഓഫ് ദി സെൻറ്റൻസസിന് പകരം നമ്മൾ എഴുതും വൺ ഓഫ് ദി സെൻറ്റൻസ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫ്രണ്ട്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ടീച്ചർ. അങ്ങനെ എഴുതാൻ പാടില്ല. വൺ ഓഫ് ദി സെൻറ്റൻസസ് എന്ന് പറയുന്നത് സെൻറ്റൻസുകളിൽ ഒന്ന്. വൺ ഓഫ് ദി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കൂട്ടുകാരിൽ ഒരാൾ. ഓക്കെ. അപ്പോൾ സെൻറ്റൻസസ് അവിടെ വൺ ഓഫ് ദ കഴിഞ്ഞാൽ എന്ത് നമ്മൾ ചേർക്കുന്നോ അവിടെ പ്ലൂറലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. സെൻറ്റൻസ് 2 ആണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത്. ദി ഡക്ലിംഗ് ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ്. നൗ റീഡ് ദ സെൻറ്റൻസസ് അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ വേർബ് ഫ്രേസസ് അലോങ് വിത്ത് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഇവിടെ വേർബ് ഫ്രേസ് ആണ് നമ്മൾ നോക്കേണ്ടത്. മുന്നേ നോക്കിയത് നമ്മൾ നൗൺ ഫ്രേസ് ആയിരുന്നു. ഇവിടെ ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നതാണ് വേർബ് ഫ്രേസ്. ഓക്കെ. ഈ ഒരു ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ് എന്നതിനെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യാണ്. ലെഫ്റ്റ് ദ പൂൾ ആൻഡ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ട് വരും. പ്രിപ്പോസിഷണൽ ഫ്രേസിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രിപ്പോസിഷനും ഒരു നൗണുമാണ് വരുന്നത്. ഇവിടെ ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണെങ്കിൽ ദ മോർണിംഗ് എന്ന് പറയുന്നതാണ് നൗണായിട്ട് വരുന്നത്. ഈ ദ മോർണിംഗ് എന്ന് പറയുന്നതിനെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യുന്നതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. എന്ത്? പ്രിപ്പോസിഷൻ പ്ലസ് നൗൺ ഫ്രേസ് ആണ് നമ്മൾ അവിടെ താഴെ കണ്ടു. സോ ഇനി നെക്സ്റ്റ് ഡിറ്റർമിനർ പ്ലസ് നൗൺ. ദ മോർണിംഗ് എന്ന് പറയുന്നത് ദ ഈസ് ദ ഡിറ്റർമിനർ ആൻഡ് മോർണിംഗ് ഈസ് ദ നൗൺ. പിന്നെ നമ്മൾ ഇപ്പുറം വരുമ്പോൾ ലെഫ്റ്റ് ദ പൂള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് എന്ന് പറയുന്നത് വേർബായിട്ടും ദ പൂൾ എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആയിട്ടും വരും. സോ എഗെയിൻ ആ ഒരു നൗൺ ഫ്രേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ദ ഈസ് ദ ഡിറ്റർമിനർ ആൻഡ് പൂൾ ഈസ് ദ നൗൺ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേർബ് ഫ്രേസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ലെഫ്റ്റ് ദ പൂൾ ആൻഡ് ഇൻ ദ മോർണിംഗ്. അവിടെ ലെഫ്റ്റ് ദ പൂളിൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് വേർബാണ്. ദ പൂൾ എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. ആ നൗൺ ഫ്രേസിനെ ദ പൂൾ എന്ന് പറയുന്ന നൗൺ ഫ്രേസിനെ നമ്മൾ രണ്ടായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തു. ഡിറ്റർമിനർ പ്ലസ് നൗൺ. ഓക്കെ. ദെൻ ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അതായത് ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷനാണ്, ദ മോർണിംഗ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. ദെൻ ആ ഒരു നൗൺ ഫ്രേസ് ആയ ദ മോർണിംഗ് എന്ന് പറയുന്നതിനെ നമ്മൾ പിന്നെയും സ്പ്ലിറ്റ് ചെയ്തു. ഡിറ്റർമിനർ പ്ലസ്
നൗൺ. ഇങ്ങനെയാണ് ഈ ഒരു വേർബ് ഫ്രേസിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് വരുന്നത്. So, a verb phrase consists of a finite verb alone or a finite verb with some other words which give additional details about the verb. ഒരു verb phrase എന്ന് പറയുന്നത് ഒരു നിശ്ചിത verb ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേർബിൻ്റെ കൂടെ കുറച്ച് അധികം വേർഡ്സ്, അതായത് അതിന് അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാകും വേർബിന്. ഓക്കെ, ദെൻ നമ്മൾ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 71 ആക്ടിവിറ്റിയാണ്. നമ്മൾ നേരത്തെ നൗൺ ഫ്രേസിൻ്റേത് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ നമ്മൾ വേർബ് ഫ്രേസിൻ്റേതും ചെയ്യുന്നു. നൗ റീഡ് ദ സെൻറ്റൻസസ് എഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ വേർബ് ഫ്രേസസ് എലോങ് വിത്ത് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. എന്താണ് പറയുന്നത്? സെൻറ്റൻസ് വായിക്കുക, എന്നിട്ട് വേർബ് ഫ്രേസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. നേരത്തെ നമ്മൾ നൗൺ ഫ്രേസിൻ്റേത് എന്താ ചെയ്തത്? സെൻറ്റൻസ് തന്നിട്ട് നമ്മളോട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ്. കോൺസ്റ്റിറ്റ്യുവൻസ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളിനി അതിൻ്റെ സെൻറ്റൻസസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ മുന്നേ തന്നിട്ടുള്ള 6 സെൻറ്റൻസസ് നമ്മൾ നോക്കുക. എന്നിട്ട് അതിൽ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് വേർബ് ഫ്രേസ് മാത്രം ഉള്ള ഒരു സെൻറ്റൻസ് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. ഏതാണ്? 6ാമത്തെ സെൻറ്റൻസ് ആണത്. അത് ഡൈഡ് എന്ന് പറയുന്നത് വേർബ് ഫ്രേസ് ആണ് അല്ലേ? സോ വേർബ് ഫ്രേസിൽ ഡൈഡ് എന്ന് ബി കോളത്തിൽ എഴുതുക. ഇനി അടുത്തത് വേർബ് ഫ്രേസ് പ്ലസ് നൗൺ ഫ്രേസ്. വേർബും നൗണും ഒരുമിച്ച് വരുന്നത് ഏതാണ്? കിൽഡ് ദ ഡക്ലിംഗ്. അതിൽ കിൽഡ് എന്ന് പറയുന്നത് വേർബ് ഫ്രേസും ദി ഡക്ലിംഗ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസുമാണ്. ആ നൗൺ ഫ്രേസിനെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ദ ഈസ് ദ ഡിറ്റർമിനർ ആൻഡ് ഡക്ലിംഗ് ഈസ് ദ നൗൺ. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ചെയ്യണ്ട. വേർബ് ഫ്രേസ് പ്ലസ് നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ കിൽഡ് ദ ഡക്ലിംഗ് എന്ന് എഴുതിയാൽ മതി. അടുത്തത് വേർബ് ഫ്രേസ് പ്ലസ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഏതാണ് വരുന്നത്? വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് പ്രേ. ദ ഫോക്സ് വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് പ്രേ എന്ന ആ ഒരു സെൻറ്റൻസിൽ വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് പ്രേ, അതാണ് വേർബ് ഫ്രേസ് പ്ലസ് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ട് വരുന്നത്. അതിൽ വാസ് വെയിറ്റിംഗ് എന്ന് പറയുന്നത് വേർബ് ഫ്രേസും ഫോർ ഇറ്റ്സ് പ്രേ എന്ന് പറയുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസുമായിട്ടാണ് വരുന്നത്. അടുത്തത് വേർബ് ഫ്രേസ് പ്ലസ് നൗൺ ഫ്രേസ് പ്ലസ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഏതിലാണ് വരുന്നത്? ഇങ്ങനെ ഒരു ഫ്രേസ് വേർബ് ഫ്രേസും ഉണ്ടാകും, നൗൺ ഫ്രേസും ഉണ്ടാകും, പ്രിപ്പോസിഷണൽ ഫ്രേസും ഉണ്ടാകും. ഏതാണ്? യെസ്, ടുക്ക് റെസ്റ്റ് അറ്റ് ദ പോണ്ട്. ഇതിൽ ടുക്ക് എന്ന് പറയുന്നത് വേർബ് ഫ്രേസും റെസ്റ്റ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസും അറ്റ് ദ പോണ്ട് എന്ന് പറയുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസുമാണ്. ദെൻ നെക്സ്റ്റ് ഈസ് വേർബ് ഫ്രേസ് പ്ലസ് നൗൺ ഫ്രേസ്. സെയിം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള വേറൊരു എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. നമുക്കിവിടെ ലെഫ്റ്റ് ദ പൂൾ എന്ന് എഴുതാം. ലെഫ്റ്റ് ദ പൂളിൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് വേർബ് ഫ്രേസും ദ പൂൾ എന്ന് പറയുന്നത് നൗൺ ഫ്രേസുമാണ്. ദെൻ വേർബ് ഫ്രേസ് പ്ലസ് നൗൺ ഫ്രേസ് പ്ലസ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. എന്താണ്? ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ്. യെസ്, ലെഫ്റ്റ് ദ പൂൾ ഇൻ ദ മോർണിംഗ് എന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എങ്ങനെയാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത് വേർബ് ഫ്രേസും ദ പൂൾ എന്ന് പറയുന്നത് നൗൺ ഫ്രേസും ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസുമാണ്. അതിൽ ഇൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷനാണ്. ദ മോർണിംഗ് എന്ന് പറയുന്നത് നൗൺ ആണ്. അടുത്തത് മേക്ക് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ വിത്ത് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യുവൻസ് ഇൻ ദ വേർബ് ഫ്രേസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന വേർബ് ഫ്രേസ് നോക്കിയിട്ടുള്ള ഒരു കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വേർബ് ഫ്രേസ്, നൗൺ ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് അതിനൊക്കെയുള്ള സെൻറ്റൻസസ് നമ്മൾ സ്വന്തമായി എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? VP വേർബ് ഫ്രേസ്. എന്താണ് ഒരു വേർബ് ഫ്രേസ് പറഞ്ഞേ? യെസ്, ദ ഡക്ലിംഗ് ഡൈഡ്. അതിൽ ഡൈഡ് എന്ന് പറയുന്നത് വേർബ് ഫ്രേസ് ആണ് അല്ലേ? യെസ്. ദെൻ VP പ്ലസ് NP വേർബ് ഫ്രേസ് പ്ലസ് നൗൺ ഫ്രേസ്. എന്താണ്? നമുക്ക് മീക്കാലി സോ എ ചൈനാമാൻ. ഇവിടെ മീക്കാലി എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. സോ എ ചൈനാമാൻ എന്ന് പറയുന്നത് വേർബ് ഫ്രേസും ആണ്.
ദെൻ അടുത്തത് വേർബ് ഫ്രേസ് പ്ലസ് നൗൺ ഫ്രേസ് പ്ലസ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. എന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീക്കാലി ഫോളോഡ് ദ ചൈന മാൻ ടു ഹിസ് ഹോം. മീക്കാലി ചൈനാമാൻ്റെ കൂടെ പോകുന്നുണ്ടല്ലേ. ഇവിടെ മീക്കാലി എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. ഫോളോഡ് ദ ചൈനാമാൻ ടു ഹിസ് ഹോം എന്ന് പറയുന്നത് വേർബ് ഫ്രേസ് ആണ്. അതിൽ വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ ഫോളോഡ് എന്ന് പറയുന്നത് വേർബ് ഫ്രേസ്, ഫോളോഡ് ദ ചൈനാമാൻ എന്ന് പറയുന്നത് വേർബ് ഫ്രേസ് ആണ്. ഓൺ ഹിസ് ഷോൾഡറിൽ ഓൺ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. ആൻഡ് ഹിസ് ഷോൾഡർ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. സോ ഓൺ ഹിസ് ഷോൾഡർ ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അവിടെ ആഡ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട്. അവിടെ ഇനിയും ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്യുക, ഇതുപോലെ വേർബ് ഫ്രേസും നോൺ ഫ്രേസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട്, പ്രിപ്പോസിഷണൽ ഫ്രേസൊക്കെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്യാം. സോ അടുത്തത് ജസ്റ്റ് ഒരു പിക്ചറാണ്. നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ളൊരു നോളജ് തരുന്നത് പോലെ നമുക്ക് നോക്കാം. പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലയൺസ് ഷെയർ എന്ന് പറയുന്നത് മേജർ ഷെയർ എന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരു വീക്ഷണത്തിൽ വേണം നമ്മൾ ഈ ഒരു കാർട്ടൂൺ നോക്കാൻ. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരുപാടുള്ളൊരു പോർഷൻ, ഏറ്റവും വലിയൊരു പോർഷൻ. ഓക്കെ, ടേക്ക് ഓൺലി 1 piece ഓഫ് കേക്ക്. വി നീഡ് ടു കീപ് ദ ലയൺസ് ഷെയർ ഓഫ് ദ കേക്ക് ഫോർ ദ ഗസ്റ്റ്. യെസ്, എന്താ പറയുന്നത്? അമ്മ മകനോട് പറയാണ് ചെറിയൊരു പീസ് എടുക്കാൻ പാടുള്ളൂ. വി നീഡ് ടു കീപ് ദ ലയൺസ് ഷെയർ. ഒരുപാട് ഷെയർ, അതായത് വലിയ പീസ് നമുക്ക് ഗസ്റ്റിന് കൊടുക്കാനുണ്ട്. ദെൻ ദ സൺ ഈസ് ആസ്കിങ് ദാറ്റ് വാട്ട് എ ലയൺ ഹിയർ. യെസ്, ഇവിടെ ലയൺ ഉണ്ടോ? അപ്പോൾ ലയൺസ് ഷെയർ എന്ന് പറയുന്നത് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. സോ അമ്മ പറഞ്ഞു കൊടുക്കാണ്, ഡോണ്ട് പാനിക് ബോബോ, ലയൺസ് ഷെയർ മീൻസ് മേജർ ഷെയർ. യെസ്, മേജർ ഷെയർ എന്നതാണ് ലയൺസ് ഷെയറിൻ്റെ അർത്ഥം. ദ മേജർ ഷെയർ ഓഫ് ദ കേക്ക് ഈസ് ഫോർ അവർ ഗസ്റ്റ്. യെസ്, ഇതിൽ മേജർ പോർഷൻ, ഭൂരിഭാഗ പോർഷനും നമ്മുടെ ഗസ്റ്റിന് ഉള്ളതാണ്. So that's all about today's video, and if you find the video informative, please subscribe and like and share with your friends and relatives. And if any doubt, please comment in the comment box. I'll reply as soon as possible. Thanks for watching. Bye.